ദൈവത്തിൻ്റെ പോരാളികൾക്ക് ഇനി ജയിക്കാൻ ഒരു മത്സരം കൂടെ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. രാജസ്ഥാൻ റോയൽസുമായി സ്വന്തം തട്ടകത്തിൽ ഏറ്റുമുട്ടിയ ശേഷം 6 വിക്കറ്റിൻ്റെ പരാജയം മുംബൈ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് വീണ്ടും വീണ്ടും മുംബൈയെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻസി സാഗയും എല്ലാം വിട്ടൊഴിഞ്ഞ് വിജയത്തോടുകൂടെ വെന്നിക്കൊടി പാറിക്കാൻ മുംബൈക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആദ്യം ബാറ്റ് ചെയ്ത് മുംബൈ നേടിയത് 125 റൺസ് മാത്രമാണ്. അതെടുക്കാൻ തന്നെ മുംബൈ നല്ലോണം കഷ്ടപ്പെട്ടു. തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയുടെയും റൺസില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 50-ൽ താഴെ മുംബൈ പുറത്തായേനെ. ബോളിങ്ങിലാകട്ടെ ട്രെന്റ് ബോൾട്ടും യൂസഫേന്ദ്ര ചഹലും മികച്ചു നിന്നു. ചഹൽ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സ്പെല്ലുകളിലൊന്നാണ് അറിഞ്ഞത്. 4 ഓവറിൽ 11 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് സ്വന്തമാക്കി. മറുപടി ബാറ്റുകൾ തുടക്കത്തിൽ രാജസ്ഥാൻ ഒന്ന് വിയർത്തുവെങ്കിലും പിന്നീട് മത്സരത്തിലേക്ക് കത്തിക്കേറി. തുടർച്ചയായിട്ടുള്ള രണ്ടാം മത്സരത്തിലും റിയാൻ പരാഗ് അർദ്ധ സെഞ്ചുറി നേടി. 39 പന്തിൽ 54 റൺസാണ് റിയാൻ നേടിയത്. മുംബൈ ബോളിംഗ് ആണ് എടുത്തു പറയേണ്ടത്. ക്വീന മപ്പാക്ക രണ്ടാം മത്സരത്തിലും തല്ലുവാങ്ങി. ജോസ് ബട്ട്ലർ രണ്ടാം ഓവറിൽ തലങ്ങും വിലങ്ങും മപ്പാക്കയെ പായിച്ചു. എങ്ങോട്ടൊന്നില്ലാതെ ആ 17-കാരൻ വാങ്കഡേ സ്റ്റേഡിയത്തിന് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ചയും ഇവരും കണ്ടു. ബുംറയാണ് മികച്ചതെന്ന് പറയാം. എന്നാൽ സർപ്രൈസ് പിക്കായി വന്ന ആകാശ് മദ്വാൽ 4 ഓവറിൽ 20 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് സ്വന്തമാക്കി. 5 കോടിക്ക് ടീമിലെത്തിച്ച ജെറാൾഡ് കോയസി 50 ലക്ഷത്തിന്റെ പ്രകടനം പോലും കാഴ്ചവെച്ചില്ല. 2.3 ഓവറിൽ 36 റൺസ് വഴങ്ങി 14.4 എക്കണോമി എന്ന റെക്കോർഡ് എക്കണോമി താരം സ്വന്തമാക്കി. എന്നിരുന്നാലും മുംബൈ ഇന്ത്യൻസിന്റെ കാര്യങ്ങൾ എളുപ്പമാകുന്നില്ല. തോറ്റ് എങ്ങോട്ടെന്നില്ലാത്ത യാത്രയിലാണ് മുംബൈ. അതിൽ ജയം വീണ് കിട്ടിയാൽ മുംബൈ ആരാധകരും ഹാപ്പി എന്ന് തന്നെ പറയാം. എന്നാൽ ഒരു ഭാഗം ആരാധകർ മുംബൈ ജയിക്കുന്നതിൽ ഇപ്പോൾ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്നവരാണ്. ആ രേഖപ്പെടുത്തുന്നവർ എന്തെങ്കിലും തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയിൽ ഒരു കൂട്ടം ഹോണസ്റ്റ് മുംബൈ ആരാധകരും ഇപ്പുറത്തുണ്ട്.